വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർക്കാവേ, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വച്ചേക്കണം. 1/2 കിലോ ചിക്കന് 2 വലിയ സവാള കീറിയതും മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് മുറിച്ചും വച്ചേക്കണേ. പിന്നെ ചെറിയൊരു കൈപ്പിടി വെളുത്തുള്ളി, 1 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുക്കാം. എരിവ് കൂടുതൽ ആവശ്യമെങ്കിൽ കൂടുതൽ മുളക് ചേർക്കാവുന്നതാണ്. ചിക്കൻ തയ്യാറാക്കേണ്ട പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. ജീരകം പൊട്ടി വരുമ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാള പച്ചമണം മാറി സോഫ്റ്റായി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് വഴറ്റാം. ഇഞ്ചിയേക്കാൾ വെളുത്തുള്ളി ആയിരിക്കും കൂടുതൽ എടുക്കേണ്ടത്. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യാനുസരണം കൂടുതൽ ചേർക്കാവുന്നതാണ്. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇത്രയും പൊടികൾ ഗോൾഡൻ കളറായ ഉള്ളിയിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഉള്ളി ഒരു ഡാർക്ക് കളർ ആകും വരെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. 3 മിനിറ്റിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം റെസ്റ്റ് ചെയ്യാൻ വച്ചിരുന്ന ചിക്കൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ നന്നായിട്ട് യോജിപ്പിച്ച് വേകാനായിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ പെരുംജീരക പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ചിക്കൻ കറി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത ചിക്കനിലേക്ക് 1 പിടി മല്ലിയിലയോ 2 തണ്ട് കറിവേപ്പിലയോ മുറിച്ച് ചേർത്ത് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഈ ചിക്കൻ കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.